എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആവശ്യപ്പെട്ട അത് ഇപ്പൊ തന്നെ 5 ടീച്ചർമാരെ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷി എല്ലാവർക്കും ഇതിന്റെ പേരിൽ നന്ദി. നിങ്ങളുടെ ഞങ്ങളുടെ ബാക്കി സ്കൂൾ തുറക്കേണ്ട പാരന്റ്സിന്റെ ആവലാതികൾ കൂടി മനസ്സിലാക്കൂ. നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. ബാക്കിയുള്ള കാര്യത്തില് ഇപ്പോ എന്നാലും മൺഡേ നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യും. മൺഡേ സ്കൂൾ ഓപ്പൺ ചെയ്തത് ഉടൻ തന്നെ അസംബ്ലി ഉണ്ടായിരിക്കും. അസംബ്ലിയിൽ ആശിർ നന്ദയ്ക്ക് എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച് പൊതു അസംബ്ലി ആയിട്ട് തന്നെ നടത്താൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ റീ ഓപ്പണിങ്ങിന് മുമ്പ് PTA വീണ്ടും ചേരുന്നുണ്ട്. ഇതുപോലെ അധ്യാപകരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഷഫിളിംഗ് ഇനി ഉണ്ടാവുകയില്ല, ഉറപ്പ് തന്നിട്ടുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. അതിൽ പാരന്റ്സിന്റെ PTA ഭാഗത്ത് നിന്ന് ഒരു ജെൻസിനെയും ഒരു വുമണിനെയും ഞങ്ങൾ തിരഞ്ഞെടുപ്പും ഏത് സമയത്തും അവർക്ക് വാട്സാപ്പിലൂടെയോ ഏത് മാധ്യമത്തിലൂടെയോ അവരെ എന്ത് പ്രശ്നങ്ങളും അംഗീകരിക്കാൻ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. ബാക്കി സാറ്റർഡേ നമ്മൾ ശനിയാഴ്ച PTA യോഗത്തിൽ ആശിർ നന്ദയ്ക്കുള്ള കുടുംബത്തിന്റെ ധനസഹായം നൽകുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുമെന്ന് മാനേജ്മെന്റിനോട് PTA ഭാഗത്ത് നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാ ആവശ്യവും. നിങ്ങൾ എല്ലാവരും സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.